ആടുകളെ വേട്ടയാടാൻ തുടങ്ങി 9 നാളായിട്ടും വനംവകുപ്പിന് പിടികൊടുക്കാതെ പുൽപ്പള്ളിയിലെ കടുവ കാണാമറയത്ത് തന്നെയാണ്. അവിടെയുള്ള പ്രദേശവാസികളുടെ ഭീതി അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതികരണങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഇന്നലെ രാത്രിയും ആടിനെ കൊന്ന കടുവയെ തേടി വനംവകുപ്പ് തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആടിക്കൊല്ലിയിൽ പുല്ലെരിഞ്ഞവർ കടുവയെ കണ്ടതാണ്. കടുവാ ദൗത്യത്തിനായി പുൽപ്പള്ളി പഞ്ചായത്തിലെ 3 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ദൗത്യം എവിടെയാണ് എത്തി നിൽക്കുന്നത് കാണാം. പുൽപ്പള്ളിയിൽ ഇന്നലെ മാത്രം കടുവ പിടികൂടിയത് 2 ആടുകളെ. വനം വകുപ്പ് ഇതിനെ പിടികൂടാൻ തീവ്രശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഒളിച്ചുകളി തുടരുകയാണ് കടുവ. നെഞ്ചിടിപ്പേറുന്നുണ്ട് നാട്ടുകാർക്ക്. അമരക്കൊല്ലി തൂപ്രയിലെ ചന്ദ്രന്റെ ആടിനെയാണ് ഇന്നലെ രാത്രി കടുവ പിടികൂടിയത്. വീട്ടുകാർ ബഹളം വച്ചതോടെ കടന്നുകളഞ്ഞു. ഭയങ്കര സൗണ്ട് കേട്ടപ്പം ഞാൻ ജനൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പേടിയല്ലേ, അതുകൊണ്ട് ജനൽ തുറന്ന് വടി കൊണ്ട് അടിച്ചപ്പം മറിഞ്ഞ് അങ്ങോട്ട് കൂടും പൊളിച്ച് അങ്ങോട്ട് ചാടി. ഞാൻ TV ന്യൂസ് കണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒച്ചപ്പാട് കേട്ടത്, കൂട് പൊളിച്ച് അകത്ത് കയറിയത്. അപ്പോൾ പെട്ടെന്ന് ജനൽ തുറന്ന് നോക്കിയപ്പോൾ ഈ സാധനം ചാടി ഓടുന്ന കണ്ടു. വെറ്ററിനറി സംഘം മരുന്ന് നിറച്ച തോക്കുമായി കാത്തുനിന്നു. കൊന്നിട്ട ആടിനെ തേടി വന്നുപോയെങ്കിലും മയക്ക് വെടിവെക്കാൻ കഴിഞ്ഞില്ല. ഈ ആടിനെ പിടിച്ച് കൊന്ന് വീട്ടിൽ തന്നെ തമ്പടിക്കുകയും കടുവ വീണ്ടും വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ വെച്ചിട്ട് ഇതിനെ മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ ഫലപ്രാപ്തി കണ്ടില്ല. കടുവ 1 കിലോമീറ്റർ അകലെയുള്ള ആടിക്കൊല്ലി ഭാഗത്തേക്ക് കടന്നു. വെള്ളക്കെട്ട് എന്ന സ്ഥലത്ത് പുല്ലരിഞ്ഞിരുന്ന പീറ്ററും ഭാര്യയും കടുവയെ നേരിൽ കണ്ടു. അങ്ങോട്ട് മാറിപ്പോയി ഈ ചാലിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഒരു നടന്ന് വളരെ സ്ലോവിലാണ് നടന്നു വന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഒരു മീഡിയം വലിപ്പമുള്ളൂ, അധികം വലിപ്പം എന്ന് പറയാനില്ല സാധനം. RRT സംഘം തെരച്ചിലിനിറങ്ങി. ഡ്രോൺ പറത്തി. തക്കത്തിൽ കിട്ടിയാൽ മയക്കുവെടി എന്ന നിലപാടിലേക്ക് വനം വകുപ്പെത്തി. എന്നാൽ കടുവ കാണാമറയത്ത് തന്നെ. ദൗത്യത്തെ ബാധിക്കും വിധം ആൾക്കൂട്ടം ഒഴിവാക്കാൻ പുൽപ്പള്ളി 8, 9, 11 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കടുവ ഇതുവരെ പിടികൂടിയത് 5 ആടുകളെ. കൊന്നയാടിനെ പാതിയെങ്കിലും ഭക്ഷിച്ചത് കഴിഞ്ഞ 9-ാം തീയതി. ആരോഗ്യ പ്രശ്നങ്ങളുള്ള കടുവയെന്ന് വനം വകുപ്പ്. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.